കാക്ക ഒരു പാക്കറ്റ് ഗോൾഡ്. ജനറൂട്ടി അന്നേ ഞാൻ 2 ദിവസമായില്ലേ? അതാരും പറഞ്ഞു കേട്ടില്ല. ഞാൻ ഇവിടെ വന്ന തിരക്കിൽ ഇങ്ങനെ ഓടി നടക്കായിരുന്നു. ചൊറുക്കുടിക്കണേതായാലും എത്ര മാസം ഇവിടെ? ഞാന് ഇനി പോണില്ല. ഇവിടെ എന്തേലും ഒരു പരിപാടി നോക്കാനായിട്ടില്ല. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പിന്നെന്താടാ പരിപാടി ഇവിടെ എത്ര പൈസ ഉണ്ടോ? പിന്നെ പൈസ കുറച്ചുണ്ട്. പരിപാടി നമ്മൾ എടുത്തിട്ടുണ്ടോ? നമ്മക്കൂടെ ഇരിക്കും കുറച്ചു നേരം സംസാരിക്കാൻ. എനിക്ക് കുറച്ച് അർജന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആണോ നിങ്ങള്? പിന്നെന്താ ഞാൻ ഫ്രീ തന്നെ. വണ്ടിക്കാരെ പിന്നെന്താ എന്തൊക്കെ വർത്താനം? എന്താടാ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. നല്ല കച്ചവടം കാര്യമൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോ പോയിട്ട് ഇപ്പൊ എത്ര കൊല്ലായിരുന്നു? ഞാനിപ്പോ പോയി 4 വർഷമായില്ലേ. പൈസ കൊല്ലം ഉണ്ടാക്കിണ്ടാ? കുഴപ്പമില്ല. ഇനിയിപ്പോ എന്താ ഇവിടെ എന്തെങ്കിലും സെറ്റിൽ ആവാന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും പരിപാടി തുടങ്ങാൻ വിചാരിച്ചാൽ അപ്പൊ ഞങ്ങളെ കയറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്റെ അമ്മോന്റെ ചെറുക്കനൊരു പരിപാടി പറഞ്ഞു, ഈ ഫർണിഷിങ്ങിന്റെ ഈ ബംഗാളികളൊക്കെ വെച്ചിട്ട്. അതെന്താ നിങ്ങളെ അഭിപ്രായം? തെറ്റൊന്നുമില്ല. ഓർഡറും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കയറ്റുമതിയൊക്കെ ഉണ്ടെങ്കിലൊന്നും അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയൊക്കെ തന്നെ. ബംഗാളികൾ കൂലിയും കുറവാണ്. നമ്മള് തുണക്കാരപ്പം അങ്ങനെ തുടങ്ങിയതൊന്ന് കുറച്ച് പൈസയൊക്കെ മുടക്കി തുടങ്ങി. അതാകെ തുമ്പില്ലാതെ കൂലിപ്പണിക്ക് പോവുക, പോലീസിന് പണിക്ക് പോരാ. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഞാൻ എന്റെ അഭിപ്രായം പോലെ ചെയ്തോ. നോക്കിക്കോ, വേണ്ട. പിന്നെ അതുപോലെ എന്റെ അളിയനൊരു കാര്യം പറഞ്ഞു, ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ പുറത്തുനിന്ന് കൊടുത്തിട്ട് കച്ചവടം ചെയ്താൽ അങ്ങനെയുണ്ട് പരിപാടി. സൂപ്പർ പരിപാടി. ഫൈനാൻസോ? ഫൈനാൻസ് നമ്മൾ എടുക്കണം. സൂപ്പർ പരിപാടി. എന്നാ പിന്നെ അത് നോക്കല്ലേ. 10 രൂപ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടി. ഫൈനാൻസ് കമ്മീഷനും കാര്യവും വണ്ടിയത്തെ ലാഭവും എന്താണ് നമുക്ക് മെച്ചപ്പെടില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. ഒരു പ്രശ്നമുള്ള എന്താ നമ്മള് തുണക്കാരന്റെ അളിയതേമാരി തുടങ്ങി ഫൈനാൻസില് വണ്ടി അടവെറ്റി പിടിക്കലും കേസും ചുരുക്കം പറഞ്ഞപ്പോ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയം. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞോളൂ, എന്റെ ഇഷ്ടത്തിന് ചെയ്തോ. എന്നാ പിന്നെ വേറെന്താ ചെയ്യുക? ഐഡിയ പരിപാടി എന്റെ ഇപ്പം കൂടിക്കോ. എന്ത്? 10 രൂപ കിട്ടുന്ന പരിപാടി, സ്ഥലക്കച്ചവടം. അതിപ്പോ നടക്കുവോ? ഞാൻ ഇന്നലെ ഒരു സിആറിന്റെ പരിപാടി നടത്തി. ഒരു സിആറിന്റെ പുറത്ത് കൊണ്ട് ഞാൻ ആരോടും പറയില്ല. എങ്ങനെ പോയാലും നമുക്കൊരു ഇന്റെ ബ്രോക്കറേജ് പൈസ ഒരു 10-75-80 രൂപ ഉണ്ടാക്കേണ്ട ഒരു മാസം പല ഓപ്പിലായിട്ട്. ഇത് പൈക്ക് ഇറങ്ങുകയാണെങ്കിൽ ഡീലർ അടിച്ചിന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്താ നിൽക്കുമല്ലോ. നമുക്കേ ആ പള്ളിമുക്കിൽ 12 സെന്റ് സ്ഥലം നല്ല വിലപ്പാത്ത് കിട്ടും. അത് നോക്കിയാൽ നമുക്ക്. ആയിക്കോട്ടെ, തുടങ്ങാം. നാളെ നമുക്ക് പോയി നോക്കിയാൽ. ഇന്ന് പിന്നെ കുറച്ച് തിരക്കുണ്ട്. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഇജ്ജ് നടന്നോ, എനിക്ക് മുതലാണ് ഇറങ്ങിയ പോരെ. അങ്ങനെ പോവാ. നാളെ എപ്പോഴാ? നാളെ നേരത്തെ ഇറങ്ങാം. ഇജ്ജ് പേരേക്ക് വരുന്ന ഞാൻ നിങ്ങളെ വിളിക്കാം രാവിലെ. ഞാൻ നിങ്ങളെ ജംഗ്ഷനിലേക്ക് ഇറങ്ങി. കേട്ടോ, ആയിക്കോട്ടെ. ഉഷാറാക്കണ്ടോ? ആദ്യമായിട്ട് ഒരു പരിപാടി തുടങ്ങാണ്. ഓക്കെ എന്നാ. വലൈക്കും സ്ലാം. അല്ലാ ഹംസക്കെ എപ്പോഴാ? ഞാൻ 2-3 ദിവസമായില്ലേ. തന്നെ ആളൊരു കുട്ടപ്പനായിക്കണല്ലോ. ഒക്കെ സോ തന്നെ. അല്ല, എന്താ നായി വീരാനായിട്ട് എനിക്ക് ബന്ധം? അത് ഞാനേ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞപ്പോഴേ മൂപ്പര് പറഞ്ഞു ഇന്റെ ഒപ്പം കൂടിക്കോ, സ്ഥല കച്ചവടം ചെയ്യാന്നൊക്കെ പറഞ്ഞു. മൂപ്പര് ഇപ്പൊ ഇവിടുത്തെ ടോപ്പ് കച്ചവടക്കാൻ എനിക്ക് വലിയ ചപ്പീല അന്നുണ്ടോ? ഓന് ഒരു കച്ചവടം നടക്കില്ല. ഓന് പാർക്കാൻ വരെ പെരും കൂടിയില്ല. ഓന് ഒരു പൊളിഞ്ഞിടാനായി പരിയില്ല പാർക്കണം കൂടി. ഓൻ ഇന്നലെ 1.5 സിആറിന്റെ കച്ചവടം. അതൊക്കെ വെറുതെ പറയാം. ഓൻ എന്റെ മുക്കാൽ ചാർച്ചാൻ മതി എല്ലാ ഉപായത്തങ്ങളും ഓൻ പറയും. അതിൽ പെടാൻ നിക്കണ്ട വെറുതെ. സത്യം പറഞ്ഞ കണ്ടത് നന്നായിട്ടോ. ഞാൻ പെട്ടുണ്ടോ? അങ്ങനെ അനവധി ആൾക്കാർ പെട്ടണോ അവന്റെ പേര്. വരുന്നോലും ഓൻ പിടിച്ചോണ്ട്. കണ്ടു. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. വിളിക്കട്ടോ. ഓക്കെ.